ബ്രൂണോ ഗുമേറസ്, ലൂക്കാസ് പാക്കിറ്റ, കസിമിറോ, ഇവരായിരുന്നല്ലോ നമ്മുടെ മിഡ്. അപ്പോ ഇവരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് കസിമിറോ എന്ന മനുഷ്യൻ വൻ ഫോമിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആള് തകർത്താടിയ ഒരു സീസണാണ് കടന്നുപോയത്. അപ്പോൾ ഞാൻ ആ ഒരു കസിമിറോനെയാണ് ശരിക്കും ബ്രസീലിന്റെ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കസിമിറോയെ നമുക്ക് മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ കിട്ടിയോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കസിമിറോയെ കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ബ്രൂണോ ഗുമേറസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഏത് കളി എടുത്താലും പുള്ളിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പുള്ളി ഭയങ്കര ഡീസന്റ് ആണ്, ഭയങ്കര ഡീസന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ആള്. എന്താ നല്ല മെച്ചുവേർഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ നമുക്ക് ലൂക്കാസ് പാക്കിറ്റോയിലേക്ക് പോയി കഴിഞ്ഞാൽ പാക്കിറ്റോ നിറഞ്ഞാടി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നെയ്മറുടെ കൂടെ. നെയ്മർ ഇല്ലാതെ ബ്രസീലിന് ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒരു സംഭവം ഇല്ല. അത് ഇന്നലെയും കണ്ടു നമ്മൾ. കാരണം ഒരു നമ്പർ 10 പൊസിഷനിലാണ് പാക്കറ്റോ ഇന്നലെ കളിച്ചത്. അപ്പോൾ നമ്പർ 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കണം ബോൾ വിങ്ങിലേക്കും സ്ട്രൈക്കറിലേക്കും ഒക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ പക്കറ്റോയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം പക്കറ്റോ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലെയർ ഒന്നും അല്ല, ഭയങ്കര ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ബ്രസീലിന്റെ നമ്പർ 10 ജേഴ്സി അണിഞ്ഞ് കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. വെസ്റ്റ് ഹാമിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിൽ കളിക്കുമ്പോൾ മാൻ സിറ്റി ഒക്കെ ആളിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള റൂമറുകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ആളുടെ ഭാഗത്തു നിന്നും പിന്നെ നെയ്മറോടൊപ്പം ഒരു സാമ്പ ആ ഒരു സ്റ്റൈൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് പക്കറ്റോ. പക്ഷെ പക്കറ്റോ സാധാരണ ചെയ്യാറുള്ള ഒരു പെർഫോമൻസ് പക്കറ്റോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ പ്ലെയേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിയാലും അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പോലും കഴിഞ്ഞ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് മെയിൻ പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എന്താണ് വേണ്ടത്? സോ അവർക്ക് നെയ്മറെ ആണോ വേണ്ടത് എന്നുള്ളതാണ്. നെയ്മർ വന്നു കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ബ്രസീലിന്റെ മട്ട് മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ബ്രസീൽ ആരാധകനാണ് കേട്ടോ. അപ്പോ എന്തായാലും അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. നെയ്മർ വരട്ടെ. നെയ്മർ വന്നിട്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാവും നമുക്ക് നോക്കാം. താങ്ക് യു.